അതെ. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു ഹെയർ ബാൻഡ് ചെയ്താലോ? വളരെ സിമ്പിളാണ്. നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് മാത്രമല്ല റിപ്പബ്ലിക് ഡേക്കും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ 3 കളറിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം 3 ബീഡ്സ് കോർത്ത് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബീഡ്സ് കോർക്കുന്നത്. ആദ്യം ഗ്രീൻ കോർത്ത് ഫുൾ 3 ഐറ്റവും കോർത്തിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നമുക്കിപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ കോർക്കുക. ഗ്രീൻ കോർത്തിട്ട് കാരണം 3ഉം ഒരേ അളവിൽ കൊടുത്ത് ചെയ്യണം. ഇപ്പം 3 ഒരു 15 ലെയർ ആണെങ്കിൽ അടുത്തത് 15 അങ്ങനെ. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുക, ബീഡ്സ് കോർക്കുക. നമുക്കത് ആദ്യം ഒന്ന് ഒരു സൈഡ് ചുറ്റി കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ആദ്യം എന്താ പറയുക, നന്നായിട്ട് നമ്മുടെ മെറ്റാലിക് വയർ നന്നായിട്ട് നമ്മുടെ ബോയിൽ ഹെയർ ബാൻഡിൽ ഫ്രെയിമിൽ നന്നായിട്ടൊന്ന് ചുറ്റുക. ഞാൻ 4 mm എടുത്തിരിക്കുന്നത്. 3 mm ഒത്തിരി പേര് പറയുന്നുണ്ട് അത് പൊട്ടിപ്പോകുന്നെന്ന്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ 4 mm ഉണ്ടെങ്കിൽ ചെയ്യുക. 3 mm കുറച്ചുകൂടെ തിക്നെസ് കുറവാണ്, അത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. നമ്മൾ കുറച്ച് ടൈറ്റായിട്ടൊക്കെ മുറുക്കി വലിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ബീഡ്സ് വെച്ച് ഇങ്ങനെ കോർക്കുക. കോർത്തിട്ട് നമുക്ക് എത്രയാണോ ഡിസ്റ്റൻസ്, ഈ 3 ഈക്വൽ ഒരേ അളവിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ഇത്ര ഗ്യാപ്പ് 3 കളറും ഒരേ ഗ്യാപ്പിലായിരിക്കണം. അതായത് ഇത്ര നീളത്തിൽ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അടുത്തത് അങ്ങനെയുള്ള ഇതിലായിരിക്കണം. ഇപ്പോൾ ഗ്രീൻ എന്താ പറയുക, ഒരു 20 ബീഡ്സാണ് നമ്മൾ കോർക്കുന്നതെങ്കിൽ അടുത്തത് 20 അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഒരേ നീളത്തിലായിരിക്കണം 3ഉം. അപ്പോൾ ഒരേ ഭംഗിയാണ് കാണാനായിട്ട്. അതുകൊണ്ടാണ് എല്ലാം ഒത്തു കോർക്കരുത് പറയുന്നത്. നമ്മളിപ്പോൾ ഗ്രീൻ കുറേ കോർത്ത് അതിനുശേഷം വൈറ്റ് ഒത്തിരി കോർത്ത് അടുത്ത് കഴിഞ്ഞിട്ട് ഓറഞ്ച് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ഒരുപോലെ വരത്തില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ഏതാണ് ചെയ്യുന്നത്, ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ, അത് കോർത്ത് എത്രയാണോ നമുക്ക് ഏതുവരെയാണ് വേണ്ടത് അതുവരെ നിർത്തിയതിന് ശേഷം അടുത്തെന്തുക വൈറ്റ്. അങ്ങനെ വേണം ചെയ്യാനായിട്ടോ. അല്ലെങ്കിൽ ഒരു കളർ കൂടി നിൽക്കും, അടുത്തത് കുറഞ്ഞു നിൽക്കും, അടുത്തത് കൂടി നിൽക്കും, ഇങ്ങനെ വരും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് തന്നെ കോർത്ത് ചെയ്യുക. വേറൊന്നുമില്ല, ഒറ്റയടിക്ക് കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് കോർക്കുന്ന ഓരോ പ്രാവശ്യം കോർക്കണമെന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത്. നമുക്ക് ഈ കളർ മാത്രമല്ല, ഇതിപ്പോൾ നമുക്ക് ഒക്കേഷൻ ഒരു ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ളതായത് കൊണ്ടാണ് ഇത്. നമുക്ക് വേറെ എന്താ പറയുക ഡിഫറെൻറ്റ് കളറും എടുത്ത് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിപ്പം 3 എന്താ പറയുക, ഞാൻ മൂന്നും എന്താ പറയുക ഒരു കളർ കുറച്ച് കൂടുതൽ ഇത്രയും കോർത്തു. ഇനി ഇതല്ല, നിങ്ങൾക്കൊരു 2-3 ലെയർ മതി എങ്കിൽ 2-3 ലെയർ ഗ്രീൻ, 2-3 ലെയർ അടുത്ത് വൈറ്റ്, 2-3 ലെയർ എന്താ പറയുക, ഇപ്പം 3 അത് തന്നെ 3 ലെയർ മാത്രം. അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ലെയർ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ കളറും കൂടെ മിക്സ് ചെയ്താലും മതി കേട്ടോ. എന്താ പറയുക, അതിങ്ങനെ അടുത്തടുത്തടുത്തത് കുറച്ചുകൂടെ ഭംഗിയാണ് കാണാൻ. ഞാനത് സിമ്പിളായിട്ട്, എനിക്ക് എന്നോട് പറയുമ്പോൾ ഇതൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു, വളരെ സിമ്പിളായിട്ടുള്ളത്. ഈ സമയത്ത് നമുക്കറിയാമല്ലോ സ്കൂളിലൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഇതിൻ്റെ കസ്റ്റമൈസേഷൻ ഉണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആഡംബരം അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, വളരെ സിമ്പിളായിട്ട് ചെയ്തു കേട്ടോ. അത്ര എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഇത് കോർത്ത് കഴിഞ്ഞു. ആ കോർത്ത് കഴിഞ്ഞത് അവിടെ നിർത്തിയതിന് ശേഷം വൈറ്റ്. ഇപ്പോൾ കണ്ടല്ലോ എത്ര ദൂരത്താണ് അത്രയും കോർത്തിരിക്കുന്നത്. ഇതേ അളവിൽ തന്നെ അടുത്ത് വൈറ്റും വരണം. വൈറ്റ് സെൻറ്റർ മൊത്തം കവർ ചെയ്ത് വരുന്നതാണ് കുറച്ചുകൂടെ ഭംഗി. അത് സെൻറ്റർ ഫുള്ള് വരിക, അടുത്ത ആ സൈഡ്. അപ്പോൾ എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അവർക്ക് ചെയ്തു കൊടുത്താൽ വളരെ ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിളായിട്ട് ഇത് ശരിക്കും നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്താ പറയുക ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വൈറ്റ് നമുക്ക് എത്ര ആവശ്യത്തിനുള്ള ഒരു ബീഡ്സിൻ്റെ ഒരു രൂപം വയ്ക്കുക, അത്രയും കോർത്തിട്ട് ചെയ്യുക. ചെയ്തിട്ട് നമുക്ക് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ കോർത്ത് ചെയ്യാം. 2 ഡിഫറെൻറ്റ് നമ്മൾ അടുത്ത കളറും കൂടെ കോർത്ത് കഴിഞ്ഞാൽ നമുക്കിനി അഥവാ 2 ലെയർ കൂടുതൽ കോർത്ത് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ കോർത്ത് അടുത്ത മറ്റേ കളറിനും കൂടെ മാറ്റിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓരോ കളറും സെപ്പറേറ്റ് കോർത്ത് ചെയ്യണമെന്ന് പറയുന്നത്. നമുക്കിത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഒരു ഫ്ലവർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ സാറ്റിൻ റിബണിൽ ഒരു ഫ്ലവർ കൂടെ ചെയ്തിട്ട് വേണമെങ്കിൽ അതും അറ്റാച്ച് ചെയ്യാം. പിന്നെ വളരെ സിമ്പിളായിട്ട്, കാരണം ഇങ്ങനെയുള്ള ഇതിൽ ഭയങ്കര ആഡംബരം വേണ്ടെന്ന് പറയും. വളരെ സിമ്പിളായിട്ടുള്ള, കാരണം പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം ഇത് ഈ ഒരു ദിവസം റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, പിന്നെ അധികം ഒന്നും ഉപയോഗിക്കാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് ഞാൻ ചെയ്തില്ല, കാരണം അവർക്ക് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വൈറ്റ് കോർത്ത് കഴിഞ്ഞു. വൈറ്റ് കോർത്ത് എന്താ പറയുക, ഞാൻ ആ സെൻറ്റർ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഓറഞ്ച് കോർത്തു. നോക്കി, ഇനി ആ ഓറഞ്ച് കോർത്തിട്ട് ഓറഞ്ച് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് ആ ഓറഞ്ച് അങ്ങ് ചുറ്റിയെടുക്കുക.
ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇതിപ്പം നമുക്ക് ചെയ്ത് കൊടുത്തില്ല എങ്കിലും നമ്മുടെ പിള്ളേർക്കുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഒരു സ്ട്രിങ് ബീഡ്സിന് വളരെ കുറച്ച് റേറ്റേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇതുപോലെ 3 കളർ ബീഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മറ്റേ ഹെയർ ബാൻഡൊക്കെ ഇത് തന്നെ നമുക്ക് സെയിം മാല ചെയ്യാം. അപ്പോൾ പല 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 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, വേറെ ഒന്നുമില്ല. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരു സൈഡ് ചെയ്യുന്ന ഏറ്റവും ഫിനിഷിങ് സ്റ്റേജിൽ വരുമ്പോൾ 2 സൈഡും ഈക്വലാണോ, നമ്മൾ ചെയ്ത് നിർത്തിയത് കംപ്ലീറ്റ് ഈക്വലാണോ എന്ന് കറക്റ്റ് നോക്കിയതിന് ശേഷം 2 സൈഡും അപ്പോൾ ഇതുപോലെ 2 സൈഡും ഈക്വലാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അത് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് ഈക്വൽ അല്ല എങ്കിൽ നമുക്ക് എത്ര ലെയർ വേണം അതും കൂടെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തതിന് ശേഷം എന്താ പറയുക, നന്നായിട്ട് അവിടെ 1 2 3 പ്രാവശ്യം നന്നായിട്ട് ചുറ്റിയിട്ട് വേണം അത് കട്ട് ചെയ്ത് മാറ്റാൻ കേട്ടോ. അപ്പോൾ ഏകദേശം ഈക്വലായിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് നമ്മുടെ ആ മെറ്റാലിക് വയറിനെ നന്നായിട്ട് ചുറ്റുക. എന്നിട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനത് തൊട്ട് മുന്നേ ലാസ്റ്റ് നമ്മൾ ചെയ്ത് നിർത്തിയില്ലേ, അതിന് തൊട്ട് മുന്നേ നിർത്തിയ ആ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് നിർത്തുക. അപ്പോൾ അത് ഇളകി വരത്തില്ല. എഡ്ജിലാണെങ്കിൽ ചിലപ്പോൾ ഇളകി വരും. ഈ ഹെയറൊക്കെ കുട്ടികളുടെ ഇങ്ങനെ ഇവർ തട്ടയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ അത് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സൈഡ് അത് പിന്നെ കയ്യിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ വേദനിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഷാർപ്പായിട്ടുള്ളത് വെച്ച് അതിനകത്തേക്ക് പ്രസ് ചെയ്തങ്ങ് നിർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ തൊട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ഷാർപ്പ്നെസ് പുറത്തുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യുക, 2 എഡ്ജും നമ്മുടെ എൻഡ് ടേപ്പ് കൊണ്ട് കവർ ചെയ്യുക. എൻഡ് ടേപ്പ് ഞാൻ പറയുന്നത് എന്നുള്ള കാര്യമെന്ന് പറയുന്നത്, കുറച്ച് ഈ മെറ്റലിൻ്റെ ഫ്രെയിം ആയതുകൊണ്ട് എഡ്ജ് കുറച്ച് ഷാർപ്പാണ്. അത് കുട്ടികളുടെ ഇയറിലൊക്കെ കയറിക്കൊള്ളും, അത് പെയിൻ ഉണ്ടാവും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ സാറ്റിൻ റബ്ബൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം 2-3 റൗണ്ട് അങ്ങ് ചുറ്റി കൊടുത്താൽ മാത്രം മതി. എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റ റോളായിട്ട് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഞാൻ പറയട്ടെ, വളരെ 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 സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവസാനം കാണാൻ. കാരണം വേറെ അങ്ങനെ ഒത്തിരി ആഡംബരമൊന്നുമില്ലല്ലോ. അതാ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.